നമ്മുടെ കൊട്ടാരക്കരയിൽ നല്ല കിടിലം ബിരിയാണിയും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റിയിലുള്ള അൽഫാമും മന്തിയും ഒക്കെ കിട്ടുന്ന ഒരു കിടില സ്പോട്ട് നമ്മുടെ കൊട്ടാരക്കരയിലെ കൈമാസ് ബിരിയാണി. അടിപൊളി ആംബിയൻസിൽ ഫ്രണ്ട്സുമായിട്ട് ഫാമിലി ഒക്കെ ആയിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു കിടില സ്പോട്ട്. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഇറച്ചിച്ചോറ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസിലുള്ള ഫുഡ് ഐറ്റംസ്. ഇതുണ്ടോ, ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ മംഗല ബിരിയാണിയാണ്. ഇതിന്റെ കൂടെ പായസം ഉണ്ട്, സലാഡ് ഉണ്ട്, ചമ്മന്തി ഉണ്ട്. നമുക്ക് ഇന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നന്നായിട്ട് വെന്ത് നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന ചിക്കനും അടിപൊളി മസാലയും ആ ബിരിയാണി ഉണ്ടല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊരു ഓഫീസ് എംപ്ലോയോ അല്ലെങ്കിൽ സ്കൂൾ കോളേജോ സ്റ്റുഡൻസോ ആണെങ്കിൽ നിങ്ങളുടെ ID കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ മംഗല ബിരിയാണി 20% ഡിസ്കൗണ്ടിൽ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. ആൻഡ് ഇത് ഇവിടുത്തെ ബീഫ് ഇറച്ചിച്ചോറാണ്. സ്പൈസിനെസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റം. ആൻഡ് ഈ ഇരിക്കുന്ന ഒരു ഐറ്റം കണ്ടോ, ഇത് ഇവിടുത്തെ സ്പെഷ്യൽ സ്റ്റാർട്ടർ ആണ്, ചിക്കൻ സാറ്റെ. ഇതാണ് മക്കളെ അൽ മുർഗ് മുസല്ലം. പേര് കേട്ട് നിങ്ങൾ ഞെട്ടയൊന്നും വേണ്ട, പേര് കേട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട, സംഭവം ഒരു കിടില സാധനം തന്നെ. തന്തൂരി ചിക്കൻ അവരുടെ സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കി എടുക്കുന്ന ഒരു കിടുക്കാച്ചി സാധനം. ബട്ടർ നാന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ കോംബോ ആണിത്. നമ്മുടെ കൊട്ടാരക്കരയിൽ 4.5 സ്റ്റാർ റേറ്റിംഗിൽ നിൽക്കുന്ന ഏക റെസ്റ്റോറന്റ് ആണ് ഈ കൈമാസ് ബിരിയാണി റെസ്റ്റോറന്റ്. ഇതൊക്കെ കൂടാതെ ഇതേ ടേസ്റ്റിലുള്ള ബിരിയാണി നിങ്ങൾക്ക് കല്യാണ ഫംഗ്ഷനിലോ അതുപോലുള്ള പാർട്ടികൾക്കോ ഓർഡർ ചെയ്യണം. ഇവരുടെ തന്നെ കാറ്ററിംഗ് സർവീസ് ആയ കൈമാസ് കാറ്ററിംഗുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് ഇവിടുത്തെ ഈ ചിക്കൻ മംഗല ബിരിയാണി. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടം. ഓൺലൈൻ ഡെലിവറി ആപ്പായ സ്വിഗ്ഗിയിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന വഴിക്ക് ഓക്സിജന്റെ തൊട്ടിപ്പുറത്തായിട്ടാണ്.